പ്രസവം ആരും അറിയാതിരിക്കുക, കുഞ്ഞിനെ ഒഴിവാക്കുക. സമീപത്തെ വീടിന്റെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ തലയ്ക്ക് ക്ഷതമേറ്റുവെന്നും അത് മരണകാരണമായിവെന്നുമാണ് വിലയിരുത്തൽ. പോസ്റ്റ്മോർട്ടം ചെയ്ത കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടറുടെ നിഗമനം കൂടി കണക്കിലെടുത്താണ് പോലീസ് നീക്കം. കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് 20-കാരിയുടെ മൊഴി കളവാണെന്ന സംശയം തുടക്കം മുതൽ പോലീസിന് ഉണ്ടായിരുന്നു. അടുത്ത ദിവസം ഡോക്ടർ യുവതിയുടെ വീടും സ്ഥലവും പരിശോധിക്കും. 20-കാരിയുടെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലാണ്. ഇത് ഫോറൻസിക് സയൻസ് ലാബിൽ വിശദമായി പരിശോധിക്കും. ഫോൺ വിളി വിവരങ്ങളിലേക്കും വാട്സപ്പ് ചാറ്റുകളിലേക്കുമാണ് പോലീസ് അന്വേഷണം. കാമുകന്റെ ഭാഗത്തുനിന്നും കുഞ്ഞിനെ ഒഴിവാക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം വന്നിട്ടുണ്ടോ എന്നതാണ് പോലീസ് തേടുന്നത്. തുടരന്വേഷണത്തിന്റെ ഭാഗമായി കാമുകന്റെ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുക്കും. 8ാം ക്ലാസ് മുതൽ ഒപ്പം പഠിച്ച ആളാണ് കാമുകനെന്നും ഗർഭം ധരിച്ചത് ഇയാളിൽ നിന്നാണെന്നും യുവതി മൊഴി നൽകിയിരുന്നു. യുവതി ഗർഭവതിയായിരുന്നു എന്ന വിവരം അറിയാവുന്ന മറ്റൊരാൾ കാമുകനായിരുന്നു. അനിയന്ത്രിത രക്തസ്രാവം എന്ന് യുവതി അറിയിച്ചത് പ്രകാരം ചൊവ്വാഴ്ച രാവിലെ 11ഓടെയാണ് ബന്ധുക്കൾ ഇവരെ ആശുപത്രിയിലെത്തിച്ചത്. ആദ്യം കിടങ്ങന്നൂരിലെ സ്വകാര്യ ചികിത്സാ കേന്ദ്രത്തിൽ, ശേഷം ചെങ്ങന്നൂരിലെ ആശുപത്രിയിൽ. ഇവിടെ പരിശോധിച്ച ഗൈനക്കോളജിസ്റ്റാണ് രക്തസ്രാവം പ്രസവത്തെ തുടർന്നുള്ളതാണെന്ന് കണ്ടെത്തിയത്. എന്നാൽ ഒന്നും വിട്ടുപറയാൻ യുവതി തയ്യാറായില്ല. നഴ്സിന്റെ തുടർച്ചയായുള്ള വിവരാന്വേഷണത്തിനൊടുവിലാണ് പ്രസവം 20-കാരി സ്ഥിരീകരിച്ചതും കുഞ്ഞിനെ ഉപേക്ഷിച്ചുവെന്ന് വെളിപ്പെടുത്തിയതും. തുടർന്ന് ആശുപത്രി അധികൃതർ ചെങ്ങന്നൂർ പോലീസിൽ വിവരമറിയിച്ചു. അവിടെ നിന്നുള്ള നിർദ്ദേശപ്രകാരം പിന്നീട് ഇലവുംതിട്ട പോലീസിൽ ബന്ധപ്പെട്ടു. പോലീസ് അന്വേഷിച്ചെത്തിയപ്പോൾ അയൽവീടിന് പിന്നിൽ വാഴയുടെ ചുവട്ടിൽ മൃതദേഹമാണ് കണ്ടെത്തിയത്. യുവതിയുടെ വീട്ടുമുറ്റത്തെ ചേമ്പിന്റെ ഇലയിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു കുഞ്ഞു ശരീരം. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.